പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ മാത്രമല്ല, ധാരാളം അക്രമ സംഭവങ്ങളും മരണങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 30ഓളം പേർ മരിച്ചു എന്ന് പറയുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ നിരവധി അക്രമ സംഭവങ്ങളുണ്ടായി. നിരവധി ജനങ്ങൾ പ്രതിഷേധിച്ചു. ഏറ്റവും ലാസ്റ്റ് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ 32 പേരെയാണ് വെടിവെച്ചു വന്നത്. പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ചു വന്നത് 32 പേരെയാണ് പ്രതിഷേധിച്ചവരെ. അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, രസകരം നല്ല ദുഃഖകരം എന്നും വേണം പറയാൻ, പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് ആ പ്രതിഷേധിച്ച് കൊല്ലപ്പെട്ട 32 പേര് അവർ പാകിസ്ഥാൻ്റെ ശത്രുക്കളാണെന്നാണ്. അവിടെ പ്രതിഷേധിക്കുന്നവരെ ഇന്ത്യയെപ്പോലെ തന്നെ ഈ ശത്രുക്കളായിട്ട് ഞങ്ങൾ കാണുന്നു എന്നാണ്. ഇന്ത്യ എത്രമാത്രം ശത്രുക്കളാണോ അത്ര ശത്രുക്കൾ അത്രയും അവിടുത്തെ പ്രതിഷേധിക്കുന്ന ജനങ്ങൾ. വാസ്തവത്തിൽ ആരാണ് പ്രതിഷേധിക്കുന്നത്? പ്രതിഷേധിക്കുന്ന ഒരു സംഘടനയാണ്. അത് പാകിസ്ഥാൻ കാണിക്കുന്ന മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന സംഘടനകളാണ്. അത്തരം സംഘടനകളുടെ ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സംഘടനാ നേതാവിൻ്റെ സഹോദരൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നിരവധി പേര് ഈ അടുത്തുണ്ടായ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടു. 90ലധികം പേര് ഈയിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലരും ഇതൊക്കെ ഔദ്യോഗിക കണക്കാണ് കേട്ടോ. അനൗദ്യോഗികം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഉയർന്നതായിരിക്കും. അനേകം പേരെ പിടിച്ചുകൊണ്ടേ കൊല്ലുന്നുണ്ട്, നേരിട്ട് വെടിവെച്ച് കൊല്ലുന്നുണ്ട്, ലാത്തിചാർജ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഇതൊരിക്കലും പാക് അധീനം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ യഥാർത്ഥ ആധിപത്യത്തിന് കീഴിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഭൂപ്രദേശം കൈവയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ജനതയുടെ ഹൃദയം പാകിസ്ഥാൻ്റെ ഒപ്പം അല്ല. ആ ജനത ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനതയുടെ ആഗ്രഹം എന്തോ അതിന് വിരുദ്ധമായിട്ടാണ് പാകിസ്ഥാൻ്റെ ആധിപത്യം അവിടെ ഉണ്ടായത്, പാകിസ്ഥാൻ്റെ ഇൻഫിൽട്രേഷൻ ഉണ്ടായത്, കടന്നുകയറ്റം. ഇതാണ് സംഭവിച്ചത്. എന്നാണ് കടന്നു കയറിയത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. വൈകാതെ തന്നെ ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബറായി. 47 ഒക്ടോബർ 22 പാകിസ്ഥാൻ്റെ പട്ടാളവും ആ പാകിസ്ഥാൻ്റെ വടക്ക് ഭാഗത്തുള്ള കുറേ ട്രൈബൽ ആൾക്കാരും കൂടി, ആദിവാസി എന്ന് നമുക്ക് പറയാം, ട്രൈബ്സ് എന്ന് വെച്ചാൽ ഗോത്രവർഗ്ഗക്കാർ എന്നാണ് പൊതുവെ പറയാറുള്ളൊരു പദം. ഈ ഇന്ത്യ അടക്കം പാകിസ്ഥാൻ അടക്കം പല മേഖലകളിലും ആദിവാസി സമൂഹങ്ങളുണ്ട്. പാകിസ്ഥാനിലെ ആദിവാസി സമൂഹങ്ങളെന്ന് പറഞ്ഞാൽ അവർ ശരിക്കും പഷ്തൂൺ പോലുള്ള വർഗ്ഗക്കാരൊക്കെ ആയിരിക്കും. ഇത്തരം വിഭാഗങ്ങളൊക്കെ പെടുന്ന കുറേയധികം ആദിവാസി അല്ലെങ്കിൽ ട്രൈബ്, ഗോത്രവർഗ്ഗക്കാർ എന്നൊക്കെ വിളിക്കാവുന്ന ആൾക്കാരുടെ അവരുടെ ഒരു യൂണിറ്റാണ് കയറുക. ആ യൂണിറ്റിൽ വാസ്തവത്തിൽ വേഷം മാറിയ പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ നേരിട്ടുള്ള സഹായം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അവർ കാശ്മീർ പിടിച്ചെടുക്കുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? കാരണം നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലേക്ക് ചേരാത്ത മേഖലകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപടം അന്ന് രൂപപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ നടുക്കൊരു സ്വന്തം രാജ്യം നിൽക്കുകയാണ് ഹൈദരാബാദ്. ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഇന്ത്യയിൽ ചേരാൻ പഠിച്ച് തിരുവിതാംകൂർ നിൽപ്പുണ്ടായിരുന്നു. ഗുജറാത്തിലെ ജൂനഗഡ്, അതുപോലെ കാശ്മീർ, ഇവിടെയൊക്കെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഇന്ത്യയുടെ ഭാഗമാവാൻ വിസമ്മതിച്ചു. ഇന്ന് കാണുന്ന സിക്കിം അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. ഏറ്റവും അവസാനം ഇന്ത്യയുടെ ഭാഗമായ സ്റ്റേറ്റാണ് സിക്കിം എന്ന് പറയുന്നത്. അതുപോലെ പോണ്ടിച്ചേരി അന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ടില്ല, അത് ഫ്രാൻസിൻ്റെ കീഴിലായിരുന്നു. ഗോവ, ദാമൻ ദിയു മേഖലകൾ, ഗോവ ഇന്ത്യയുടെ ഭാഗമായിട്ടില്ല, അതൊന്ന് പോർച്ചുഗലിൻ്റെ കയ്യിലായിരുന്നു. മിലിറ്ററി നടപടി കൂടിയാണ് വാസ്തവത്തിൽ പോർച്ചുഗീസ് മേഖല നമ്മൾ പിടിച്ചെടുക്കുന്നത്, ഗോവ പിടിച്ചെടുക്കുന്നത്. അത് ഗോവ വിമോചനം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വേറെ കുറേ ചരിത്രമുണ്ട്. കാശ്മീരിൻ്റെ കാര്യത്തിൽ കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് അന്ന് സ്വതന്ത്രമായിട്ട് ഓരോ നാട്ടുരാജ്യത്തിനും നിൽക്കാം എന്നുള്ള അന്നത്തെ വിഭജന വ്യവസ്ഥയിൽ വിശ്വസിച്ച്, ഇല്ലെങ്കിൽ അതിനൊപ്പം നിന്ന് അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. രാജാധികാരം കൈവിട്ട് കളയാൻ ആഗ്രഹിച്ചില്ല. ഹരിസിംഗിൻ്റെ ഒരു മുത്തശ്ശൻ്റെ കാലത്തെങ്ങാണ്ട് ബ്രിട്ടീഷുകാർ ഇന്ന് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണത്. അങ്ങനെയാണ് അവരവിടെ രാജ്യഭരണം നടന്നത്. 2, 3, 4 തലമുറ എങ്ങാണ്ടേ ഭരിച്ചിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ വിട്ടുകളയാൻ മടിയുണ്ടായിരുന്നു വേണം കരുതാൻ. എന്തായാലും ഹരിസിംഗ് അധികാരം വിട്ടില്ല. അപ്പം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശത്ത്, പാകിസ്ഥാനും ഇന്ത്യക്കും തന്ത്രപ്രധാനമായിട്ട് പ്രദേശത്ത് ഒരു സ്വതന്ത്രമായിട്ടൊരു നാട്ടുരാജ്യം നിൽക്കുന്നു. പാകിസ്ഥാൻ ചെയ്ത് അവിടെ മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടി ഹരിസിംഗ് പെട്ടുപോയി. അദ്ദേഹം ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു. നെഹ്റു പറഞ്ഞു സഹായിക്കില്ല, സഹായിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവുക. അതോടുകൂടി ഹരിസിംഗ് വേഗം തന്നെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ, ഇന്ത്യയിൽ ചേരാനുള്ള സമ്മതിപത്രം ഒപ്പിട്ടു, ഇന്ത്യയുടെ ഭാഗമായി. അപ്പോൾ നിയമപ്രകാരം ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഒപ്പിടുന്ന ഒരു നാട്ടുരാജ്യം അത് പാകിസ്ഥാൻ്റെ ഒപ്പം ചേരാനാണ് ചെയ്തതെങ്കിൽ അത് പാകിസ്ഥാൻ്റെ ഭാഗമാവും, ഇന്ത്യയുടെ ഒപ്പം ചേരാനാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവും. ഇതായിരുന്നു അന്ന് വിഭജന സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയ കരാറ്.
അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ സ്വതന്ത്രമാകുന്നു, അത് തന്നെ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. ഇന്ത്യയും പാകിസ്ഥാനുണ്ട്, നാട്ടുരാജ്യങ്ങളുണ്ട്, നാട്ടുരാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാം. ഇങ്ങനെയായിരുന്നു. അപ്പം ഇതിനകത്ത് ഇന്ത്യയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. അതിനെ പിന്നെ പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ അവിടെ പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. അതിനു മുമ്പ് തന്നെ പകുതിയോളം പ്രദേശം അവർ കടന്നു കയറി. ഈ കടന്നുകയറ്റം എന്നുള്ളത് ഈ അന്നത്തെ വിഭജനമായിട്ട് ബന്ധപ്പെട്ട കരാറിലുള്ളതാണോ? അല്ല. ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവരെ ഇവർക്ക് ആർക്കെങ്കിലും പിടിച്ചെടുത്താൽ ആ ഭൂമിയും ആ കടന്നു കയറുന്ന രാജ്യത്തിൻ്റെ ആണെന്നും വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊന്നും അല്ല. സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുത്തനെ ഒന്ന് പിടിച്ചെടുക്കാമെന്നുള്ള ഇതൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഒരുത്തൻ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണപ്പോൾ പാകിസ്ഥാൻ സമയം കളഞ്ഞില്ല. എത്രയും പെട്ടെന്ന് അവരുടെ ആർമിയെ വിട്ടിട്ട് പിടിച്ചെടുക്കാനാണ് നോക്കിയത്. ജിന്നയുടെ പരിപാടി അതായിരുന്നു. എന്തായാലും കാശ്മീർ രാജാവ് ഹരിസിംഗ് ഇന്ത്യയെ ചേരാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഒപ്പിട്ടതോട് കൂടിയിട്ട് കാശ്മീർ യഥാർത്ഥത്തിൽ ടെക്നിക്കലി മുഴുവൻ കാശ്മീർ ഇന്ത്യയുടെ ആയി. പക്ഷേ ഏതാണ്ടൊരു പകുതി പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യം നിൽക്കുകയാണ്. ഇന്ത്യൻ സൈന്യം വേഗം തന്നെ ചെന്നു. അവരുടെ മുന്നോട്ടുള്ള കടന്നുകയറ്റം അവിടെ നിർത്തി. അങ്ങനെ കോൺഫ്ലിക്റ്റ് തുടർന്നു വാസ്തവത്തിൽ 2 വർഷത്തോളം. അതിനുശേഷം ഒരു വെടിനിർത്തൽ കൃത്യമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് 1949 1.5 വർഷം പ്രശ്നങ്ങൾ തുടരുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ സംഭവിച്ച് നമ്മുടെ കാശ്മീർ രണ്ടായിട്ട് നിൽക്കുന്നൊരു പ്രത്യേക അവസ്ഥ വന്നു. അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായ ടെക്നിക്കലി ഇന്ത്യയുടെ ഭാഗമായ എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് പാക് അധീന കാശ്മീർ. അപ്പം ഒരു രാജ്യമായിരുന്നു, അപ്പോൾ ഒരേ ജനതയാണ്. അത് ഇന്നത്തെ ഈ ലൈൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ രേഖയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ പരസ്പരം ബന്ധുക്കളാണ്. ഇവരെല്ലാം ബന്ധുക്കളായിട്ടുള്ള കുടുംബക്കാരാണ്. പലപ്പോഴും സഹോദരങ്ങളുടെ കുടുംബങ്ങൾ പോലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ടാവും. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ അങ്ങനെ സംഭവിച്ചു. ആ കാശ്മീർ ജനതയ്ക്ക് ഒന്നായിട്ട് നിൽക്കണം ഇഷ്ടം. പക്ഷേ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരാരുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ വിഷയം UN-ലെത്തിയ ആദ്യഘട്ടത്തിൽ അന്നത്തെ നെഹ്റു സർക്കാർ തന്നെ ഒരു കാര്യം ഉന്നയിച്ചു. കാശ്മീരിന് റഫറൻഡം നടത്തണം, ഹിതപരിശോധന നടത്തണം, അവിടുത്തെ ജനങ്ങൾക്ക് ആർക്കൊപ്പം നിൽക്കാം. ഇന്ത്യക്ക് ഹിതപരിശോധന നിർദ്ദേശം സ്വാഗതാർഹമായിരുന്നു. UN-ൽ ഹിതപരിശോധന എന്ന് പറഞ്ഞ് ആരൊക്കെ പറഞ്ഞു അതിന് ഇന്ത്യ അനുകൂലിച്ചു. ഇന്ത്യ തന്നെ പറഞ്ഞു ഹിതപരിശോധന ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാകിസ്ഥാൻ എതിർത്തു. ഹിതപരിശോധന വന്നാൽ കാശ്മീർ കൂടെ നിൽക്കില്ല എന്ന് പാകിസ്ഥാന് 100% ഉറപ്പായിരുന്നു. അവരെതിർത്തു. അന്ന് ഹിതപരിശോധന നടത്താൻ വേണ്ടിയിട്ട് UN നിർദ്ദേശിച്ചത് പാക് പട്ടാളത്തോട് തിരികെ പോകാനായിരുന്നു. അതിക്രമിച്ച് കയറി തിരിച്ചു പോവുക, അവരങ്ങോട്ട് വരാൻ പാടില്ല. ഇന്ത്യക്ക് വേണമെങ്കിൽ സമാധാന പാലനത്തിന് വേണ്ടി ഒരു യൂണിറ്റിനെ അവിടെ നിർത്താം. ഇങ്ങനെയാണ് UN-ൻ്റെ മേൽനോട്ടത്തിൽ ഹിതപരിശോധന ആവാം, ഇതൊക്കെയായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് അന്ന് ഹിതപരിശോധന നടക്കേണ്ടി പോയത്. ഇല്ലായിരുന്നുവെങ്കിൽ 1950 മുമ്പ് തന്നെ ഹിതപരിശോധന നടന്നേനെ. പാകിസ്ഥാൻ സമ്മതിക്കാത്തത് എന്തുവാ? അവർ ടെക്നിക്കലി റീസൺ പറഞ്ഞ് അവിടെ ഇന്ത്യൻ പട്ടാളത്തെ കുറച്ച് പേരെ നിർത്തും എന്നുള്ള UN-ൻ്റെ വാദം. അത് പറ്റില്ല, അത് സ്വാധീനിക്കപ്പെടും എന്നുള്ളതായിരുന്നു. സ്വാധീനിക്കപ്പെടുമെന്നല്ല, പാകിസ്ഥാൻ ഉറപ്പുണ്ടായിരുന്നു. അതിക്രമിച്ച് കയറി കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത പാക് പട്ടാളത്തിൻ്റെ ഒപ്പം ഒരു തരത്തിലും കാശ്മീർ ജനത നിൽക്കില്ല എന്ന് പാകിസ്ഥാൻ ഉറപ്പുണ്ടായിരുന്നു. ഹിതപരിശോധന അന്ന് നടന്നാലും ഇന്ന് നടന്നാലും കാശ്മീർ ഇന്ത്യയുടെ ആയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ, അക്രമങ്ങളെല്ലാം തന്നെ. കാരണം അവിടുത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പാക് ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. അവർ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം പോയാൽ മതിയെന്ന്. അപ്പോൾ ഹൃദയം കൊണ്ട് ഇന്ത്യയോടൊപ്പമാണ്. അവർ കാശ്മീരികളാണ്, ഹൃദയം കൊണ്ട് ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് പല പല കാരണമുണ്ട്. മതഭീകരവാദം കൊണ്ട് മാത്രം വായിലോട്ട് അരി ചെല്ലില്ല എന്നവർക്കറിയാം. അവരുടെ കുട്ടികൾക്ക് അതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസം കിട്ടില്ല എന്നവർക്കറിയാം. സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ അതുകൊണ്ട് നടക്കില്ല എന്നവർക്കറിയാം. അവർ മുസ്ലിങ്ങളായിരിക്കും, അവർക്ക് മുസ്ലിം ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അതും പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം രാജ്യം ആകുന്നതുകൊണ്ട് മാത്രം പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്ത് മറ്റാരെയും പോലെ മാന്യമായിട്ട് ജീവിക്കാൻ, ഭീകരവാദത്തിൻ്റെ സന്തതികളാകാതെ ജീവിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് വാസ്തവം. നമ്മൾ കാശ്മീരിലെ ജനത നമ്മുടെ ഒപ്പം വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് കാശ്മീരിലേക്ക് പോകൂ. നമ്മുടെ ഇന്നത്തെ കാശ്മീർ താഴ്വരയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സിൽ പങ്കെടുക്കുന്നുണ്ട്, അവർ വോട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഭീകരവാദികൾ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കും, അവരങ്ങോട്ട് ഹർത്താൽ പ്രഖ്യാപിക്കും, ആരും വോട്ട് ചെയ്യാൻ പോകരുത് എന്നൊക്കെയാണ്. ഇന്ന് കാലമൊക്കെ മാറി. ഭീകരവാദികളുടെ പ്രശ്നമില്ല, ജനങ്ങൾ ഒന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവിടുത്തെ ജനത പങ്കാളിയായി എന്നുള്ളതാണ്. അവർ പല പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒമർ അബ്ദുള്ളയുടെ പാർട്ടി തന്നെ, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, BJP വോട്ട് ചെയ്യുന്നവരുണ്ട്. നമുക്ക് കാണാൻ പറ്റും തൊപ്പി വെച്ച, പർദ്ദയിട്ട നിരവധി മുസ്ലിം വ്യക്തിത്വങ്ങൾ BJPയുടെ കൊടിയും പിടിച്ച് നടക്കുന്നത്. അങ്ങനത്തെ വ്യക്തികൾ അവിടെയുണ്ട്. അവിടെ മുസ്ലിങ്ങളെ തന്നെ പല വിഭാഗക്കാരുണ്ട്. സുന്നി മുസ്ലിങ്ങളുണ്ട്, ഗുജ്ജറുകളുണ്ട്, അഹമ്മദിയുണ്ട്, ഷിയയുണ്ട്, ഇങ്ങനെ പല പല വിഭാഗങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ അഹമ്മദിയാസിൻ്റെ പ്രത്യേകതയുണ്ട്.
അവർ ഒരു നഷ്ട ജൂതഗോത്രം എന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. യേശുവിൻ്റെ ഖബർ അവരുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട്. മോശയുടെയും യേശുവിൻ്റെ ഖബർ ഞങ്ങളുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം യേശു കുരിശിലേറിയിട്ടില്ല. അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് പോരുകയും കാശ്മീരിലെത്തി അവിടെ ജീവിക്കുകയും 110 വയസ്സിൽ അന്തരിക്കുകയും ചെയ്തു എന്ന് അവർ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കാര്യം ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, ഇതൊരു BBC ഡോക്യുമെൻ്ററിയുള്ള കാര്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനത, അവരിന്ന് അഹമ്മദിയ മുസ്ലിംസാണ്. അഹമ്മദിയകൾ, സൂഫികൾ തുടങ്ങിയിട്ടുള്ള പൊതുവെ വളരെ സഹിഷ്ണുത പുലർത്തുന്ന അഹമ്മദിയകളുടെ ഒരു പ്രത്യേകത, ഞാൻ തന്നെ ആന്ധ്രയിൽ വെച്ചിട്ടൊക്കെ നിരവധി അഹമ്മദികളെ കണ്ടിട്ടുണ്ട്. അവർ അമ്പലത്തിൽ പോവും, കൃഷ്ണൻ ദേവി ആരാധിക്കും, തലയിൽ പൂമാലയൊക്കെ ചൂടും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ്. അവരുടെ സ്ത്രീകൾ ചിലപ്പോൾ പൊട്ട് കെട്ടുമെന്ന് വരും. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും കൾച്ചറുകൾ ഒരേ സമയത്തുണ്ടാവും. ഇങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരാണ് അഹമ്മദിയകൾ. അവരുടെ അന്ത്യപ്രവാചകനായിട്ട് അവർ വെച്ചിരിക്കുന്നത് മുഹമ്മദിനെ അല്ല, 17-ാം നൂറ്റാണ്ടിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളെയാണ്. അങ്ങനത്തെ ഒരു ജനതയാണ് അഹമ്മദിയ. ഇവരവിടെ ധാരാളം പേരുണ്ട്. സൂഫികളുണ്ട്, സൂഫി വിഭാഗത്തിൽപ്പെട്ടവർ. പാകിസ്ഥാനിൽ ഒത്തിരി സൂഫികളുണ്ട്. പൊതുവായിട്ടുള്ള പാകിസ്ഥാൻ ഗവൺമെൻറ് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അഹമ്മദിയെ മുസ്ലിമായിട്ട് പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. പാക് അധീന കാശ്മീരിലും അവരുണ്ട്, നമ്മുടെ യഥാർത്ഥ കാശ്മീരിലും അവരുണ്ട്, അതായത് ജമ്മു കാശ്മീരിലും ഇവരുണ്ട്. സൂഫികളും ഉണ്ട്, ഷിയാക്കളുണ്ട്. ഷിയാക്കൾക്കും താല്പര്യം എപ്പോഴും ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ്. എല്ലാ വെള്ളിയാഴ്ചയും ചിലപ്പോൾ പാകിസ്ഥാനിൽ ഒരു ഷിയ പള്ളി ബോംബ് പൊട്ടിന്ന് വരും. പാകിസ്ഥാൻ ഷിയാകൾക്കെതിരാണ്, എന്നാലോ ഇന്ത്യയിൽ ഷിയാകൾ സുരക്ഷിതരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ജനതയ്ക്കിടയിൽ ഇന്ത്യയെ സംബന്ധിച്ച് സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളും അനുഭാവങ്ങളുള്ള പല പല ആൾക്കാരുണ്ട്. അത് ബഹുഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയെങ്കിലും ഇന്ത്യയോടൊപ്പം നിന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇന്ത്യ വികസനത്തിൻ്റെ പാതയിലാണ്. ആഗോളതലത്തിൽ ലീഡർഷിപ്പാണ് ഇന്ത്യ. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ അഭിമാനമാണ്. പാകിസ്ഥാനിൽ നിന്നിറങ്ങി ലോകത്തിലെ ഓരോ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന സ്വീകാര്യതയും ഇവർക്ക് കിട്ടുന്ന അസ്പൃശ്യതയും അവരനുഭവിക്കുന്നുണ്ട്. ഞാൻ തന്നെ വിദേശത്തുണ്ടായിരുന്നപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പല പാകിസ്ഥാനികളിലും പറയായിരുന്നു, ഭായി നിങ്ങളുടെ രാജ്യം അത് മുന്നേറിപ്പോയി, ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി, ഈ അമേരിക്കയ്ക്ക് തലവെച്ച് കൊടുത്ത് ഞങ്ങൾ നശിച്ചു പോയല്ലോ എന്ന് ആത്മകഥം പറയുന്ന, നേരിട്ട് നമ്മുടെ സങ്കടം പറയുന്ന പാകിസ്ഥാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കാശ്മീരിലുള്ളവരാണ്. കാരണം എന്താ, കാശ്മീരിലെ കുട്ടികളെ തൊട്ടിട്ട് മതഭീകരവാദം പറഞ്ഞു പിടിപ്പിച്ചിട്ട് അവരെ ചാവേറാകും വിട്ടേക്കാണ്. അവിടുത്തെ അച്ഛനമ്മമാർക്ക് വിഷമമുണ്ടാവില്ലേ സ്വന്തം കുട്ടികളിങ്ങനെ പോയി നശിക്കുമ്പോൾ? കുഞ്ഞുങ്ങളുണ്ടായാൽ എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബത്തിന് സ്വത്തായിട്ടിരിക്കാനുള്ളവരല്ലേ? ഭീകരവാദത്തിന് വേണ്ടി മാത്രമാണ്. ഭീകരവാദ ഫാക്ടറികളാണ് പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ വളർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനറിയാം അവിടുത്തെ ജനത അവർക്കൊപ്പം അല്ലാന്ന്. അതുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നവർ ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞത്. അവരെ കൊല്ലുമെന്നാണ് പറയുന്നത്. ശരിയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അനുവദിക്കുന്ന ഒരു കൂട്ടം ജനതയെ അവർ കൊന്നു തീർക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ട് ജമ്മു കാശ്മീരിലുള്ളവർ അനുഭവിക്കുന്നില്ല. അവിടെ സമാധാനമുണ്ട്. അവിടെ കുഴപ്പമുണ്ടാക്കിയിരുന്നത് അവിടുത്തെ കുറച്ച് കുഴപ്പക്കാരായിരുന്നു. കല്ലെറിയാനൊക്കെ വേണ്ടി വന്നിരുന്ന കുറേ ആൾക്കാർ. അപ്പുറത്തുനിന്ന് AK-47 പിടിച്ചിട്ട് ഭീകരവാദം ഇപ്പുറത്ത് വരും. ഇപ്പുറത്ത് വന്നാലോ ചില വീടുകളിൽ അതിന് താമസം കിട്ടിയെന്ന് വരും. ഓക്കെ, ഒരു സഹോദരനായിരിക്കും എന്ന് കരുതിയിട്ട് ചിലർ കല്ലെറിയാൻ പോകുന്നവരുണ്ടാവും. പക്ഷേ വാസ്തവത്തിലുണ്ടായ എന്താണ്, അവിടെയുള്ള മുസ്ലിം ജനതയിലെ സ്ത്രീകളെ തന്നെ വെളിയിൽ നിന്ന് വന്ന ഭീകരവാദികൾ വല്ലാണ്ട് ഉപദ്രവിച്ചു. അതിലേക്ക് ധാരാളം ചരിത്രങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സഹിച്ച് മടുത്ത് ആ ഭീകരവാദത്തോടൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാശ്മീർ ജനത. ചില ആൾക്കാർ പറയണ്ടാവും 370 വകുപ്പൊക്കെ പുനഃസ്ഥാപിക്കണമെന്ന്. പക്ഷേ 370 വകുപ്പ് പോയപ്പോൾ അതിൻ്റെ ഗുണം കാശ്മീർ ജനത അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കാശ്മീരികൾക്ക് ഇനി പറയാനുള്ളത് അനുഭവിച്ചതൊക്കെ മതിയെന്നാണ്, ഞങ്ങൾ സഹിച്ചതൊക്കെ മതിയെന്നാണ്. അവർ ഒത്തിരി സഹിച്ചു, കഷ്ടനഷ്ടങ്ങളുണ്ടായി, അനേകം കുട്ടികൾ കൊല്ലപ്പെട്ടു. ആ ചരിത്രമെല്ലാം അവസാനിക്കട്ടെ, ഞങ്ങൾക്കിഷ്ടം ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ്. ഇത് പാക് അധീന കാശ്മീരിൽ ഒരു തിരിച്ചറിഞ്ഞിട്ട് വരണം. ഇപ്പുറത്തുള്ളവരത്രയും തിരിച്ചറിയുന്നില്ല. പക്ഷേ അവർ സുഖജീവിതം നയിക്കുന്നു, സമാധാനമുണ്ട്, വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, കേന്ദ്ര സർക്കാരെല്ലാം ജോലി കിട്ടുന്നുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, വിദേശത്തേക്ക് പോകുന്നുണ്ട്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് അയക്കുന്നുണ്ട്. ലുലു ഗ്രൂപ്പ് തന്നെ അവിടുന്ന് ആപ്പിൾ പുറത്തേക്ക് കൊണ്ടുപോയി ഗൾഫിലൊക്കെ വിറ്റിരുന്ന കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സിന് അന്താരാഷ്ട്ര മാർക്കറ്റുകൾ കിട്ടുന്നുണ്ട്, അവർക്ക് പണം കൈവരുന്നുണ്ട്, സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് പാക് അധീന കാശ്മീരിലുള്ളവർ അതുപോലുമില്ല. ഇന്ത്യയോടൊപ്പം നിന്ന് ആ ഗുണം ഉണ്ടാകുമെന്ന് അവർ കാണുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ യുഗമാണെന്നേ, സോഷ്യൽ മീഡിയയുടെ യുഗമാണെന്നേ, അവരിതൊക്കെ മനസ്സിലാക്കും. ഇപ്പുറത്തുള്ളവൻ എന്താണ് സുഖം അനുഭവിക്കുന്നത് അപ്പുറത്തുള്ളവൻ കാണും. അതുകൊണ്ടൊക്കെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ പോയാൽ മതി. അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ അവർ പാകിസ്ഥാൻ അവിടെ ഇലക്ഷൻ നടത്താൻ പോയി അവരതിനൊപ്പം നിൽക്കത്തില്ല. പാകിസ്ഥാൻ ആരാണ് അവിടെ ഇലക്ഷൻ നടത്താൻ? ഇന്ത്യയെ സ്നേഹിക്കുന്നൊരു ജനതയാണ് അവിടെ ഉള്ളത്. അവിടെ ഇലക്ഷൻ നടത്താൻ പാകിസ്ഥാൻ്റെ അധികാരമില്ല, അതാ ജനത പറയുന്നുണ്ട്. പിന്നെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഭീകരവാദികളാക്കി അവർ കൊല്ലാൻ വേണ്ടി വിടുമ്പോൾ മനുഷ്യാവകാശ സംഘടന അതിനെ എതിർക്കൂലേ? ആഗോളതലത്തിൽ എതിർക്കുന്നുണ്ട്. പാകിസ്ഥാൻ ചുരുക്കി പറഞ്ഞാൽ അവിടെ കാട്ടിക്കൂട്ടുന്ന പോക്കിരിത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതിനെ എതിർക്കുന്നവർ വെടിവെച്ച് കൊല്ലുകയാണ്. അതിന് അങ്ങേയറ്റതിനെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ട് അവരുടെ വിദേശകാര്യമന്ത്രി പ്രതിരോധ മന്ത്രി സംസാരിക്കുകയാണ്. ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. എന്തായാലും പാകിസ്ഥാൻ വൈകാതെ
ഒരു ഫ്യൂച്ചർ കാണും. എന്താണത്? ഓർക്കണം, ഇന്ത്യ പുതിയ പാർലമെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിലേതാനും സീറ്റുകൾ ഒഴിപ്പിച്ചിട്ടിരിക്കുന്നത് അങ്ങ് പാക്കധീന കാശിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള എം പിമാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ നാടും ഇന്ത്യയുടെ ആവും, ആ മണ്ണ് ഇന്ത്യയുടെ ആവും, ആ ജനത ഇന്ത്യയുടെ ആവും. അവർക്കും എം പിമാർ ഇവിടെ കിട്ടും. അത് ഈ പാകിസ്ഥാൻ്റെ കൂടുതൽ മേഖലകൾക്ക് വേണ്ടിയിട്ട് സീറ്റ് ഒഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ പാക്കധീന കാശ്മീരിന് വേണ്ടി ഇന്ത്യ സീറ്റ് ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് പാക്കധീന കാശ്മീരിലെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരധികം കാലമൊന്നും പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കാൻ പോകുന്നില്ല. അവർ ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും, എന്നിട്ട് പറയും ഇന്ത്യയോടൊപ്പം ഞങ്ങളുണ്ടാകുമെന്ന്. അതായത് പാക്കധീന കാശ്മീരി, അവൻ്റെ മണ്ണ് മാത്രമേ പാകിസ്ഥാന് കൈവയ്ക്കാൻ പറ്റുള്ളൂ, അവൻ്റെ ഹൃദയം ഇന്ത്യക്കൊപ്പമാണ്.